നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. ചില ഭക്ഷണങ്ങൾ കഴിച്ച ഉടൻ വെള്ളം കുടിക്കരുത് എന്ന് മുതിർന്നവർ പറയാറുണ്ട്. ചില പഴങ്ങളുടെ കാര്യത്തിൽ ശാസ്ത്രീയമായ വസ്തുതകൾ നിരത്തിക്കൊണ്ട് വിദഗ്ധരും ഈ കാര്യം ശരിവെക്കുന്നു. വെള്ളത്തിന്റെ അളവ് കൂടിയ ഫലവർഗ്ഗങ്ങൾ കഴിച്ചാൽ ഉടൻ വെള്ളം കുടിക്കരുത് എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. തണ്ണിമത്തൻ, മസ്ക് മെലൺ, വെള്ളരിക്ക, ഓറഞ്ച്, പൈനാപ്പിൾ, മുന്തിരി, സ്ട്രോബെറി തുടങ്ങിയ പഴവർഗ്ഗങ്ങളെല്ലാം അത്തരത്തിൽ ഉയർന്ന തോതിൽ ജലാംശം അടങ്ങിയിരിക്കുന്നവയാണ്. ഭക്ഷണം ദഹിക്കാൻ ശരീരത്തിൽ ഒരു നിശ്ചിത അളവിൽ pH ലെവൽ ഉണ്ടായിരിക്കണം. പൊതുവെ ജലാംശം ധാരാളം അടങ്ങിയിട്ടുള്ള പഴവർഗ്ഗങ്ങൾ കഴിച്ച ഉടനെ തന്നെ വെള്ളം കുടിക്കുമ്പോൾ നിശ്ചിത pH ലെവലിനെ ഇത് ബാധിക്കുന്നു. കാരണം ധാരാളം ജലം ശരീരത്തിലെത്തുമ്പോൾ ദഹന പ്രക്രിയയിലെ pH-നെ നേർമയാക്കുകയും ദഹനം ദുർബലമാക്കുകയും ചെയ്യും. മുകളിൽ പറഞ്ഞ ഫലവർഗ്ഗങ്ങൾക്കൊപ്പം വെള്ളം കുടിച്ചാൽ ഈ pH ലെവലിൽ മാറ്റമുണ്ടാകും. ഇത് ദഹന പ്രക്രിയയെ ദോഷകരമായി ബാധിക്കും. നാരിന്റെയും വെള്ളത്തിന്റെയും സാന്നിധ്യമുള്ള പപ്പായ, തണ്ണിമത്തൻ പോലുള്ള പഴങ്ങൾ വെറും വയറ്റിൽ കഴിക്കരുത് എന്നും ഡോക്ടർമാർ പറയാറുണ്ട്. കാരണം ഇത് നമ്മുടെ ദഹന വ്യവസ്ഥയിലെ pH ലെവൽ നേർമപ്പെടുത്താൻ കാരണമാകും. വെള്ളരി, തണ്ണിമത്തൻ പോലുള്ള പഴങ്ങൾ ശരിയായ രീതിയിൽ കഴിച്ചാൽ ദഹന പ്രക്രിയ മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കും. അതേസമയം പഴങ്ങൾ കഴിച്ച ശേഷം വെള്ളം കുടിച്ചാൽ അത് ദഹന പ്രക്രിയയെ പ്രതികൂലമായി ബാധിക്കും. ഇത് വയറിളക്കത്തിനും കാരണമാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ജലാംശമടങ്ങിയ ഭക്ഷണം കഴിക്കാനുള്ള ഒരു പ്രധാന കാരണം ഇത് മലവിസർജനത്തെ സുഗമമാക്കുന്നു എന്നതാണ്. എന്നാൽ ജലാംശമടങ്ങിയ ഫലത്തെ കൂടാതെ അധികമായി വെള്ളം കൂടി കുടിക്കുമ്പോൾ മലവിസർജന പ്രക്രിയയെ അമിതമായി സുഗമമാക്കുകയും ഇത് വയറിളക്കത്തിൽ കലാശിക്കുകയും ചെയ്യുന്നു. ഇത്തരം പഴവർഗ്ഗങ്ങൾ കഴിച്ച് ഉടനെ വെള്ളം കുടിക്കാതിരിക്കുകയാണ് ഇതിൽ നമുക്ക് ചെയ്യാനാകുന്നത്. പഴവർഗ്ഗങ്ങൾ കഴിച്ച ശേഷം മാത്രമല്ല, ഏത് ഭക്ഷണം കഴിച്ചാലും 30 മുതൽ 40 മിനിറ്റിന് ശേഷമേ വെള്ളം കുടിക്കാവൂ എന്ന് പലരും കേട്ടിരിക്കും. അതിനെല്ലാം കാരണവും ഇതുതന്നെയാണ്. അപ്പോൾ കേട്ടല്ലോ, മേൽ പറഞ്ഞ പഴങ്ങൾ കഴിച്ച ശേഷം വെള്ളം കുടിക്കാതിരിക്കുക. വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. For latest news, like, share it and subscribe to One India Malayalam.